കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം. നമ്മൾ ഇന്നലെ അധ്യായം 12 അവസാനിപ്പിച്ചു. അപ്പോൾ നമുക്ക് അധ്യായം 13 നമുക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം ത്രയോദശാധ്യായ അല്ലെങ്കിൽ അധ്യായം 13. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞുവല്ലോ, സത്വഗുണം കൊണ്ട് രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെ അകറ്റണം, എന്നിട്ട് സത്വഗുണം കൊണ്ട് തന്നെ സത്വഗുണത്തിനെ അകറ്റി നമുക്ക് നിർഗുണ ബ്രഹ്മത്തെ പ്രാപിക്കാം. അതൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെയാണ് ഇനി പറയണം. അപ്പോൾ നമുക്ക് ഇതിൽ ഭഗവാൻ തന്നെയാണ് ആദ്യമായിട്ട് ഇതിൽ ഉദ്ധവൻ്റെ മുമ്പത്തെ ചോദ്യത്തിൻ്റെ കുറച്ചും കൂടി ബാക്കിയുള്ള ഉത്തരമാണ് പറയണത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്രീ ഭഗവാനുവാച സത്വം രജസ്തമ ഇതി ഗുണ ബുദ്ധേർന്ന ചാത്മന സത്വേന അന്യതമോ ഹന്യാൽ സത്വം സത്വേന ചൈവഹി. എന്താ പറയണേ? സത്വം രജ തമഹ ഇതി. സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ എന്താണ്? ബുദ്ധേഹേ പ്രകൃതിയുടെ ഗുണാഹ. ബുദ്ധി എന്ന് പറഞ്ഞാൽ മായലത്തെ ഗുണാഹ ഗുണങ്ങളാണ്. ആത്മനഹ എന്നാച്ച ആത്മാവിൻ്റെ ഗുണങ്ങളെ അല്ല. ആത്മാവ് ഗുണാതീതനാണ്, നിർഗുണനാണ്. അപ്പോൾ ഇതൊക്കെ മായലത്തെ ഗുണങ്ങളാണ് സത്വരജ തമോ ഗുണങ്ങൾ. ആത്മാവ് അത് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. ആത്മനഹ എന്നാച്ച ആത്മാവ് നിർഗുണനാണ്, ആത്മാവിൻ്റെ ഗുണങ്ങളല്ല. ഹി അതുകൊണ്ട് സത്വേന സത്വഗുണം കൊണ്ട് അന്യതമൗ, അതായത് രജസ് തമസ് എന്നീ ഗുണങ്ങളെ ഹന്യാത് ഹനിക്കണം, നശിപ്പിക്കണം, നിശേഷം നീക്കണം. സത്വേന എന്നിട്ട് പിന്നെ ഈ സത്വഗുണത്താൽ സത്യം ച ഏവ, അതായത് ഈ സത്വഗുണത്തിനെയും ഈ സത്വഗുണം കൊണ്ട് തന്നെ സത്വഗുണത്തിനെയും ജയിക്കണം. അപ്പം നിർഗുണനായിട്ടുള്ള ബ്രഹ്മത്തെ നമുക്ക് പ്രാപിക്കാം. അതാണ് അതിൻ്റെ അർത്ഥം പറയണത്. അതായത് എന്താണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. എന്താ അറിയോ? സത്വരജസ് തമോ ഗുണം ഈ ആത്മാവിൻ്റെ അല്ല. സത്വം രജസ്സും തമസ് മായാ ഗുണങ്ങളാണ്. അത് നമ്മുടെ ബുദ്ധിക്കാണുള്ളത്, ആത്മാവിനല്ല. മനസ്സിലും ബുദ്ധിയിലും ഒക്കെയാണ് സത്വരജസ് തമോ ഗുണങ്ങളുള്ളത്. ബുദ്ധി തന്നെ പറയാം, ആത്മാവിനല്ല. സത്വം രജവും തമസ് ഈ മായാ ഗുണങ്ങളൊക്കെ ബുദ്ധിക്ക് മാത്രമേ ഉള്ളൂ, ആത്മാവിനല്ല. അപ്പം ഇതിൽ സത്വം എന്ന് പറഞ്ഞാൽ അത് പ്രകാശത്തിൻ്റെ ഗുണമാണ്. രജസ്സോ എപ്പോഴും കർമ്മം കൊണ്ടിരിക്കുന്നതാണ് രജസ്. തമസ്സാണെങ്കിൽ ആലസ്യവും മോഹവും എല്ലാ ചീത്ത ഗുണങ്ങളും. ആദ്യം എന്ത് വേണമെച്ചാൽ ഇനി പറയാൻ പോണതാണ്. ആദ്യം സത്വഗുണം വളർത്തിയിട്ട് ഇതിലത് പറയുന്നുണ്ട്, സത്വഗുണം നമ്മൾ വളർത്താൻ ശ്രമിച്ചിട്ട് രജസ്സിനെയും തമസ്സിനെയും മാറ്റണം. അത് കഴിഞ്ഞിട്ട് സത്വഗുണം കൊണ്ട് തന്നെ സത്വഗുണത്തെ നമ്മൾ ജയിക്കണം എന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ച് 2 പോകാം. ഭഗവാനുവാച സത്വം രജസ്തമ ഇതി ഗുണ ബുദ്ധേർന്ന ചാത്മനഃ, ബുദ്ധിയുടെയാണ് ച ആത്മനഃ ന അല്ലേ. സത്വേന അന്യതമോ ഹന്യാൽ സത്വം സത്വേന ചൈവഹി. സത്വത്തിനെ സത്വഗുണം കൊണ്ട് തന്നെ ജയിക്കണം എന്ന്. ഇനി പിന്നെ ബാക്കിയുള്ള അതായത് ഈ രജോ ഗുണവും തമോ ഗുണവും സത്വഗുണത്തിനെ ഇങ്ങോട്ട് നശിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ അതില്ല. സത്വാർദ്ധമോ ഭവേത് വൃദ്ധാത് പുംസോ മത് ഭക്തിലക്ഷണ സാത്വികോപാസയാ സത്വം തതോ ധർമ്മ പ്രവർത്തതേ. വൃദ്ധാത് സത്വാത് അതായത് പിന്നെ നല്ലോണം സത്വഗുണം വർദ്ധിച്ച സത്വഗുണത്തിൽ നിന്ന് പുംസ മീൻസ് മനുഷ്യന് അല്ലെങ്കിൽ പുരുഷന് മത് ഭക്തിലക്ഷണ എന്നിൽ ഭക്തിരൂപമായിട്ടുള്ള ഇതുണ്ടാവും. സത്വഗുണം വർദ്ധിച്ചാൽ ഭഗവാൻ പറയാണ്, സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഒരാൾക്ക് എന്നിൽ ഭക്തി വർദ്ധിക്കും. ധർമ്മ ഭവേത്, അപ്പം ധർമ്മബോധവും അതിൻ്റെ കൂടെ വർദ്ധിക്കും ഈ ആൾക്ക്. സാത്വികോപാസയ സാത്വികമായ എല്ലാറ്റിനെയും സേവിച്ചാൽ സത്വഗുണം പിന്നെയും വർദ്ധിക്കും. തതഹ അങ്ങനെ നല്ലോണം വർദ്ധിച്ച സത്വഗുണത്തിൽ നിന്ന് ധർമ്മ, അതായത് ഭാഗവത ധർമ്മം, അതായത് എന്നിൽ ഭക്തി
ഭക്തിയോട് കൂടിയിട്ട് ധർമ്മം പ്രവർത്തത ഉണ്ടാകുന്നു. അപ്പോൾ എന്താ പറയണ വെച്ചാൽ ഈ ബാക്കി രണ്ട് ഗുണങ്ങൾ സത്വഗുണത്തിന് രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും നശിപ്പിക്കാം എന്ന് പറഞ്ഞുവല്ലോ. അപ്പം ഈ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും സത്വഗുണത്തിനും നശിപ്പിക്കാൻ പറ്റുമെന്ന് നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവാം. എന്താ പറയണ വെച്ചാൽ ഈ സത്വഗുണം വർദ്ധിച്ച് തുടങ്ങിയാൽ ഈ സാധകന് അല്ലെങ്കിൽ ഈ സത്വഗുണം വർദ്ധിച്ച ആൾക്ക് ഭഗവാനിൽ ഭക്തി തന്നെ ഉണ്ടാവും. അപ്പോൾ സജ്ജന സംസർഗം ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്താണ് അങ്ങനെ പിന്നെയും പിന്നെയും സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ സാധകനുണ്ടല്ലോ, അയാളുടെ സത്വഗുണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും അതേ നശിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഭഗവത് ഭക്തിയും ഭാഗവത ധർമ്മബോധവും ഉണ്ടാവും. അതാണ് ആ ഭക്തി വർദ്ധിക്കുമ്പോൾ ഭാഗവത ധർമ്മം എന്താണെന്ന് മനസ്സിലാവും, ആ ബോധം ഉണ്ടാവും. അപ്പം പിന്നെ ഈ മറ്റേ രജോ ഗുണത്തിലും തമോ ഗുണത്തിനേക്കാളും ശക്തി കൂടിയത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് സത്വഗുണത്തിന് പിന്നെ വർധന തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഭക്തി വർദ്ധിക്കും, അപ്പോൾ സജ്ജന സംസർഗം ഉണ്ടാവും, അപ്പോൾ ഭാഗവത ധർമ്മങ്ങൾ പറ്റി കൂടുതൽ ബോധവാന്മാരാവും, അപ്പോൾ ധർമ്മം മാത്രമേ അനുഷ്ഠിക്കുള്ളൂ. അങ്ങനെ സത്വഗുണം വർദ്ധിച്ച് വരും എന്നാണ് പറഞ്ഞത്. സത്വാർത്ഥമോ അതാണ് സത്വഗുണം വർദ്ധിക്കുമ്പോൾ എന്നിൽ ഭക്തി ഉണ്ടാവുമെന്ന് പ്രത്യേകം പറയേണ്ട ഭക്തൻ. ഭക്തി ഉണ്ടായ എന്താ ഗുണം വെച്ചാൽ അരുതാത്ത് ചെയ്യാൻ വയ്യ, ഭാഗവത ധർമ്മം അല്ലാത്ത ചെയ്യാൻ വയ്യ എന്ന് തോന്നൂലോ. അങ്ങനെ സത്വഗുണം വർദ്ധിച്ച് വരും. സത്വാത് ധർമ്മോ ഭവേത് വൃദ്ധാത് പുംസോ മത് ഭക്തിലക്ഷണ സ്വാത്വികോപാസയാ സത്വം തഥോ ധർമ്മ പ്രവർത്തതേ. ധർമ്മോ രജസ്തമോ ഹന്യാൽ സത്വവൃദ്ധിരനുത്തമ ആശു നശ്യതി തന്മൂലോ ഹ്യധർമ്മ ഉഭയേ ഹതേ. ഞാൻ തന്നെ പറയാം, എന്താ പറയുക, സത്വവൃദ്ധി. ഇങ്ങനെ സത്വഗുണം വർദ്ധിച്ച അനുത്തമ അതുല്യമായ ധർമ്മം എന്നത് രജസ്തമോ ഗുണങ്ങളെ ഹന്യത് നശിപ്പിക്കും. സത്വഗുണം വർദ്ധിക്കുമ്പോൾ നമുക്ക് രജോ ഗുണവും തമോ ഗുണത്തിനെ സഹിക്കാൻ വയ്യാണ്ടേ പോകും. അപ്പം അങ്ങനത്തെ കർമ്മങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കും. അങ്ങനെ ആകുമ്പം നല്ല ഭക്തി ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവണേ, തന്നെ രജോ ഗുണവും തമോ ഗുണവും നശിപ്പിക്കും, അതിനെ പുറന്തള്ളും സത്വഗുണം. പിന്നെ അതെ ഹന്യത് നശിപ്പിക്കും. ഉഭയേ ഹതേ, രജസ തമസ എന്ന രണ്ടും നശിക്കുമ്പോൾ, അത് രണ്ടും ഉഭയേ ഹതേ, അത് രണ്ടും ഹതേ പറഞ്ഞ് നശിക്കുമ്പോൾ അല്ലെങ്കിൽ ഹനിക്കപ്പെടുമ്പോൾ, തന്മൂല അതു കാരണം അധർമ്മം കൂടി ആശു നശിയെ, പിന്നെ ഒരു അധർമ്മവും ചെയ്യാൻ തോന്നില്ല. രജോ ഗുണം തമോ ഗുണവും കൂടെ നശിച്ചു. സത്വഗുണത്തിൻ്റെ വർധനവ് കൊണ്ട് രജോ ഗുണം തമോ ഗുണം അങ്ങോട്ട് നശിക്കുമ്പോൾ അയാൾ നല്ല സാത്വികനാവും. അപ്പോൾ അധർമ്മം ഇളവിട്ട് പോവും, ഒരു അധർമ്മവും പിന്നെ ചെയ്യാൻ തോന്നില്ല, നല്ല സാത്വികനാവും. ധർമ്മോ രജസ്തമോ ഹന്യാൽ സത്വവൃദ്ധി അനുത്തമ ആശു നശ്യതി തന്മൂലോ ഹ്യധർമ്മ ഉഭയേ ഹതേ. അതാണ് ഗുണം. അതാണ് അതിൽ പറഞ്ഞത്. അതായത് പിന്നെ ആദ്യം സത്വഗുണം വളർത്തി രജസ്സിനെയും തമസ്സിനെയും ഹനിക്കണം. അത് കഴിഞ്ഞിട്ട് സത്വഗുണം കൊണ്ട് തന്നെ സത്വഗുണത്തെ ജയിക്കണം. സത്വഗുണം കൊണ്ട് ഭഗവത് ഭക്തി ഉണ്ടാവും, ഭാഗവത ധർമ്മബോധം ഉണ്ടാവും. അപ്പം അങ്ങനെ അത് വർദ്ധിച്ചു വരും. അങ്ങനെ ധർമ്മം, അപ്പം നല്ല ധർമ്മിഷ്ഠനാവുമ്പോൾ രജസ്സിനെയും തമസ്സിനെയും അത് നല്ലോണം നശിപ്പിക്കും. അതിന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആസക്തി ഇല്ലാതെയും. അതുകൊണ്ട് സത്വഗുണത്തിൻ്റെ വളർച്ച എപ്പോഴും നല്ലതാണ്. പക്ഷെ അതിൽ നിന്നാൽ പോരാ, നമുക്കതിന് അതീതമായിട്ട് പോകണം. ഭഗവാൻ നിർഗുണ ബ്രഹ്മല്ലേ. പക്ഷേ സത്വഗുണത്തിൻ്റെ വളർച്ച തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ രജസ്സും തമസ്സും മുഴുവനും നശിച്ചാൽ പിന്നെ അധർമ്മവും നശിക്കുക. അപ്പോൾ ഈ സത്വഗുണപ്രധാനിക്ക് അധർമ്മം ഉണ്ടാവില്ല, അധർമ്മഭാവം തന്നെ ഉണ്ടാവില്ല. അതാണ് ഇതിൽ പറഞ്ഞത്. അധർമ്മത്തിൻ്റെ വിത്ത് തന്നെ നശിക്കും സത്വഗുണം നല്ല സാത്വികനായാലേ. അതാണ് അതിൽ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഇനി എന്തൊക്കെയാണ് സത്വഗുണത്തിനെ നമ്മൾക്ക് പിന്നെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. 4 ആഗമോപ പ്രജാദേശ കാല കർമ്മജ ജന്മജ ധ്യാനം മന്ത്രോധ സംസ്കാരോ ദശൈതേ ഗുണഹേതവ. അതായത് 10 കാര്യങ്ങളാണ് ഈ സത്വഗുണ വർദ്ധിക്കാൻ കാരണമായിട്ട് പറയുന്നത്. 1 ശാസ്ത്രം, ജലം, ജനങ്ങൾ,
ദേശം, കാലം, കർമ്മം, ജന്മം, ധ്യാനം, മന്ത്രം, സംസ്കാരം. അതിങ്ങനെ അതിൽ പിന്നെ എണ്ണി പറഞ്ഞെടുക്കുകയാണ്. എന്തൊക്കെയാ അറിയോ? ശാസ്ത്രം, തീർത്ഥം, ജലം ചാപ്പ്. ഇവിടെ തീർത്ഥാടനമൊക്കെ അതാണ് കേട്ടോ. ജലം ച തീർത്ഥാടനമൊക്കെയാണ് ഇവിടെ മീൻജി. സത്വഗുണം വർദ്ധിക്കണ 10 കാര്യങ്ങൾ. ഒന്ന് ആഗമം എന്ന് പറഞ്ഞു അല്ലേ, ശാസ്ത്രം. അപ്പം പറഞ്ഞ തീർത്ഥാടനമൊക്കെ. ദേശം, അതായത് ഈ മാനൊക്കെ സഞ്ചരിക്കണ കാടൊക്കെ. കാലം, നല്ല വസന്തം മുതലായിട്ടുള്ള നല്ല കാലങ്ങൾ. കർമ്മം, അതായത് വിധിവിഹിതമായ കർമ്മങ്ങൾ ഓരോ ആശ്രമത്തിനും. ജന്മം, അതായത് നല്ല വംശത്തിൽ ജനിക്കുന്നത്. അതൊക്കെ സത്വഗുണത്തിനെ വർദ്ധിക്കാൻ സഹായിക്കും. ധ്യാനം, അതായത് ഭഗവാനെ ധ്യാനിക്കുക. മന്ത്രങ്ങൾ, ഗായത്രി മുതലായിട്ടുള്ള വളരെ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ, ദിവ്യമന്ത്രങ്ങൾ. സംസ്കാരം, അതായത് നമ്മൾ ഈ വയറ്റിൽ അമ്മ ഗർഭം ധരിക്കുമ്പോൾ തൊട്ടുള്ള ഈ ഷോഡശ സംസ്കാരങ്ങളൊക്കെ ചെയ്താൽ അതൊക്കെ സാത്വികധർമ്മം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഏതേ ദശ, ഈ 10 ഗുണഹേതവ മീൻസ് ഇത് എന്താണ്, സത്വഗുണ വർദ്ധിക്കാൻ കാരണമാണ്. ഇതൊക്കെയാണ് പറഞ്ഞത് കേട്ടോ, ആ 10 ഗുണം പറഞ്ഞത്. ആഗമോപ പ്രജാദേശ കാല കർമ്മജ ജന്മജ ധ്യാനം മന്ത്രോധ സംസ്കാരോ ദശൈതേ ഗുണഹേതവ. നമുക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ. അപ്പോൾ നല്ല കുടുംബത്തിൽ, വളരെ സാത്വികമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചാൽ സാത്വിക ഭാവം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ അതുകൊണ്ട് മാത്രമൊന്നുമില്ല, നമ്മുടെ പൂർവ്വജന്മ വാസന ഉണ്ട്. പക്ഷേ വലിയ നെഗറ്റീവായിട്ടുള്ള വാസനയൊന്നും ഇല്ലാച്ചാൽ അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അതുപോലെ തന്നെ നല്ല ദേശത്ത്, പിന്നെ നല്ല കാലത്ത് ജനിക്കുക, അതൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. ഇനി 5 പിന്നെ ഇനി എങ്ങനെയാണ് നമുക്ക് സത്വമാണെന്ന് മനസ്സിലാക്കുക. 10 കാര്യങ്ങൾ അതിന് വർദ്ധിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. ഈ സാത്വിക ലക്ഷണം എന്താണ്? തത്തത് സാത്വികമേവൈഷാം യദ്യത് വൃദ്ധാ പ്രചക്ഷതേ നിന്ദന്തി താമസം തത്തദ്രാജസം തതുപേക്ഷിതം. ഏഷാം, ഇവകളിൽ വൃദ്ധന്മാർ, അതായത് നല്ല വിവേകമുള്ളവരെ. വൃദ്ധന്മാർക്ക് കുറച്ച് കാലം ജീവിച്ചാൽ കുറച്ച് വിവേകമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ വിവേകമുള്ള വൃദ്ധന്മാർ ഏതേതിനെ പ്രചക്ഷത, ഏതാണ് അറിവുള്ളവർ അല്ലെങ്കിൽ ജ്ഞാനവൃദ്ധന്മാരെന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ അത് പറഞ്ഞിട്ടില്ല എങ്കിലും, അതായത് നല്ല പരിചയവും പരിചയസമ്പത്തുള്ള നല്ല വിവേകികളായിട്ടുള്ള മനുഷ്യന്മാരെ ഏതാണ് ശ്രേഷ്ഠം എന്ന് പറയണത്? യദ്യത് പ്രചക്ഷതേ, അത് തന്നെയാണ് ഏവ സാത്വികം. അതായത് നല്ല വിവേകമുള്ളവർ ഇത് നല്ലതാണെന്ന് പറയണതൊക്കെ സാത്വികം തന്നെയാവും. യദ് നിന്ദതി, ഏതിനെയാണ് അവർ അയ്യോ അങ്ങനെ ആവരുത് എന്ന് പറയണത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയണത്, അതൊക്കെ തമോ ഗുണമാവും എന്ന് ഉറപ്പാണ്. പിന്നെയോ തത് താമസം, തമോ ഗുണമാവും. അങ്ങനെ അവർ അരുതെന്ന് പറഞ്ഞ് നിന്ദിച്ച് മാറ്റണത് വൃദ്ധന്മാർ. വിവേകികൾ അരുതെന്ന് പറഞ്ഞ് മാറ്റുന്നത് തീർച്ചയായിട്ടും തമോ ഗുണമാവും. പിന്നെ ഉപേക്ഷിതം, ഇൻഡിഫറൻസ്, അവരൊന്നും പറയൂല, നന്നെന്നും പറയില്ല, ചീത്ത നിന്ദിക്കണമെന്നും പറയില്ല, അങ്ങനെ പറയണതൊക്കെ ആവും രജോ ഗുണം. തത് രാജസം, അതാണ് അതിൻ്റെ ഒരു ലക്ഷണം പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ തത്തത് സാത്വികമേവേഷാം യദ്യത് വൃദ്ധ പ്രചക്ഷതേ നിന്ദന്തി താമസം തത്തത് രാജസം തതുപേക്ഷിതം. അങ്ങനെയാണ് ഇതിൽ പറയണത്. അതായത് ശരിക്കും അറിവുള്ളവരെ, അതായത് നല്ല അറിവുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്നതൊക്കെ സത്വഗുണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അവരതിന് നന്നായിട്ട് പറയില്ല, അപ്പോൾ സത്വഗുണമാണ് അതൊക്കെ. സത്വഗുണത്തെ വളർത്താൻ സഹായിക്കും അറിവുള്ളവർ പ്രശംസിക്കുന്നതൊക്കെ. അറിവുള്ളവർ നിന്ദിക്കുന്നതൊക്കെ തമോ ഗുണത്തെ വളർത്തുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അറിവുള്ളവർ നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യാതെ വെറുതെ മാറ്റി നിർത്തും, അതാണ് രജോ ഗുണം എന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അതാണ് അതിൻ്റെ ഒരു ഏകദേശം ഒരു ലക്ഷണം പറഞ്ഞത് കേട്ടോ. ഇനി 6 വായിക്കാം. സാത്വികാന്യേവ സേവേതാ പുമാൻ സത്വവിവൃദ്ധയേ തതോ ധർമ്മസ്തതോ ജ്ഞാനം യാവത് മൃതിരപോഹനം. ഇനി ഇതിൽ 6 എന്താ പറഞ്ഞ വെച്ചാൽ, സത്വവിവൃദ്ധയെ, സത്വഗുണം വർദ്ധിക്കാനായിക്കൊണ്ട്, പുമാൻ മീൻസ് സാധകൻ, സാത്വികാനി ഏവ, സാത്വികമായവയെ സേവേത, സേവിക്കേണ്ടതാണ്. സാത്വികമായതിനെ മാത്രമേ നമ്മൾ സേവിക്കാവൂ. സത്വഗുണം വർദ്ധിക്കണം എന്ന് വിചാരിക്കണം സാധകൻ. തതധർമ്മ, ആ സത്വഗുണത്തിൽ നിന്ന് എന്തുണ്ടാവും? മുമ്പ് പറഞ്ഞ പോലെ ഭക്തി ഉണ്ടാവും.
ഭഗവാൻ പറയുകയാണ്, അങ്ങനെ സത്വഗുണം വർദ്ധിക്കുമ്പോൾ എന്നിൽ ഭക്തി ഇല്ലാതെ വയ്യ. പിന്നെയോ തതഹ സ്മൃതി, ആ ഭക്തിയിൽ നിന്ന് ഈ എപ്പോഴും ആത്മസ്മൃതി ഉണ്ടാവും, ആത്മാവിനെ ഓർമ്മിക്കാൻ തുടങ്ങും, ഭക്തി വർദ്ധിക്കും. അപ്പോൾ ഞാൻ ഈ ശരീരമൊന്നുമല്ല, ഞാൻ ആത്മാവ് തന്നെയാണ് എന്നുള്ള ബോധം ഇങ്ങനെ കുറേശ്ശെ പതുക്കെ പതുക്കെ ഉണ്ടാവും. അപോഹനം പിന്നെ സ്ഥൂല ശരീരങ്ങളുടെയും അവയ്ക്ക് കാരണമായിട്ടുള്ള ഈ സത്വരജസ്തോമോ ഗുണങ്ങളുടെ നാശവും, അതാണ് അപോഹനം എന്ന് പറഞ്ഞ ഇവിടെ. നമ്മുടെ സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും കാരണമായിട്ടുള്ള ഈ മായയിലത്തെ ത്രിഗുണങ്ങളുണ്ടല്ലോ, അത് യാവത് ജ്ഞാനം സംഭവിക്കുന്നത് വരെ ജ്ഞാനം ഉദിക്കുന്നു. അതായത് അതൊക്കെ അതും കൂടി ഇങ്ങോട്ട് നശിച്ചാൽ നമുക്ക് ജ്ഞാനം, അതായത് ആത്മാവാന്നുള്ള ബോധം ഉണ്ടാവും. എന്താ ഇപ്പോൾ ഇതിൽ പറയണ വെച്ചാൽ, സത്വഗുണം വർദ്ധിപ്പിക്കാനായിട്ട് സാത്വികങ്ങളായിട്ടുള്ളതിനെ മാത്രം നമ്മൾ സേവിക്കണം. അതാണ്, അതിനെ തന്നെ സേവിക്കണം. പിന്നെ അതായത് പലതും ഉണ്ടല്ലോ, പിന്നെ നിവൃത്തി മാർഗത്തിലേക്ക് തന്നെ പോകണം. അപ്പം നമ്മൾ പറഞ്ഞുവല്ലോ കുറേ കാര്യങ്ങൾ, 10 കാര്യങ്ങളൊക്കെ പറഞ്ഞുവല്ലോ. പിന്നെ സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കാനായിട്ട് അതൊക്കെ നമ്മൾ ശരിക്കും നോക്കണം. അതിനെയൊക്കെ ശക്തി എൻ്റെ സാത്വിക ഭാവത്തിനെ വർദ്ധിപ്പിക്കുന്നതാണോ എന്ന് നല്ലോണം നമ്മളതിനെയൊക്കെ കൂലങ്കഷമായിട്ട് അതിനെ നിരീക്ഷിച്ചിട്ട് വേണം. ഭഗവത് ധ്യാനം സാത്വികാണ്. പിന്നെയോ അതേസമയം ഈ പിന്നെ ഭൗതിക കാര്യങ്ങളെപ്പറ്റി വിചാരിക്കുന്നതൊക്കെ രാജസാണ് അല്ലേ. ശത്രുക്കൾ നാശാവണം, ശത്രുക്കളൊക്കെ നാശം വരണം എന്നൊക്കെ പറയുന്നത് താമസമാണ്. പിന്നെയോ നല്ല വളരെ വിശേഷപ്പെട്ട മന്ത്രങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ. അങ്ങനെ അപ്പം അതൊക്കെ നല്ലോണം നമ്മൾ മനസ്സിലാക്കിയിട്ട് എപ്പോഴും നമ്മൾ സാത്വികമായിട്ടുള്ളതിനെ മാത്രം സേവിക്കണം. രാജസവും താമസവും ആയിട്ടുള്ളതിനെ ഒന്നും സേവിക്കരുത്. അതുമാത്രമല്ല, ഈ സത്വഗുണം വർദ്ധിച്ചിട്ട് ഭഗവാനിൽ ഭക്തിയും ഉണ്ടാവുകയും ഭാഗവത ധർമ്മബോധവും ഉണ്ടാവും പതുക്കെ. അതായത് പിന്നെ എന്താണ് ഭക്തി, അല്ല എന്താ പറയുക, സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഭക്തി ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ എപ്പോഴും നിവൃത്തി മാർഗത്തിൽ തന്നെ സഞ്ചരിക്കണം എന്നുള്ള മോഹം ഉണ്ടാവും. അങ്ങനെ സത്വഗുണം വർദ്ധിക്കുമ്പോൾ നാച്ചുറലി ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് കാരണമായിട്ടുള്ള മറ്റേ പിന്നെ ത്രിഗുണങ്ങളുടെ നാശം, അതായത് രജോ ഗുണം തമോ ഗുണം ഇങ്ങോട്ട് നശിക്കും, സത്വഗുണം മാത്രമാവും, പിന്നെ സത്വഗുണം നശിക്കും. അങ്ങനെ സത്വഗുണം കൂടി ഇങ്ങോട്ട് നശിച്ചാൽ പിന്നെ ഞാൻ ആത്മാവാണ് എന്നുള്ള ജ്ഞാനത്തിൽ അങ്ങോട്ട് എത്തും. അതാണ് ഇതിലിപ്പോൾ പറയണത്. അതായത് ശ്രേയസ് വേണമെന്ന് ആഗ്രഹിക്കണ ഒരു മനുഷ്യൻ സാത്വികങ്ങളായിട്ടുള്ളവനെ മാത്രം സേവിക്കണം. എന്താ ഗുണം വെച്ചാൽ സത്വഗുണം വർദ്ധിക്കുമ്പോൾ ധർമ്മവും ജ്ഞാനവും അതിൽ നിന്നുണ്ടാവും. നല്ല ഭാഗവത ധർമ്മബോധം ഭക്തിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ സത്വഗുണം കൂടി ഇല്ലാതെ ആയിട്ട് ജ്ഞാനം ഉണ്ടാവും. അതായത് സത്വഗുണം പിന്നെ ജ്ഞാനാഗ്നിയെ ജ്വലിപ്പിച്ചിട്ടേ പിന്നെ എന്താണ് ആദ്യം മറ്റേ ആ വിറകിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ജ്ഞാനാഗ്നി ആദ്യം അജ്ഞാനത്തിനെ നശിപ്പിച്ചിട്ട് സ്വയം കെട്ടടങ്ങുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ സത്വഗുണം ജ്ഞാനാഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് അജ്ഞാനത്തിന് കാരണമായിട്ട് രജസ്തമോ ഗുണങ്ങളെ മുഴുവൻ നശിപ്പിക്കും. എന്നിട്ട് അതും നശിക്കും എന്ന് ഇനി പറയുന്നുണ്ട് കേട്ടോ, അടുത്തതിൽ പറയുന്നുണ്ടോ, നമുക്ക് നോക്കാം കേട്ടോ. മുള കൂട്ടി വരച്ചിട്ടാവണ പോലെ എന്നുള്ള ഇത് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം അടുത്തതിൽ കേട്ടോ. സാത്വികാന്യേവ സേവേത പുമാൻ സത്വവിവൃദ്ധയേ തതോ ധർമ്മസ്തതോ ജ്ഞാനം യാവത് മതിരപോഹനം. ഇനിയോ അതാണ് പറയണത്. വേണു സംഘർഷജോ വന്യർദഗ്ധ്വാ ശാമ്യതി തദ്വനം ഏവം ഗുണവ്യത്യയജോ ദേഹശാമ്യതി തത്ക്രിയ. അതാണ് പറയണതിൽ. എന്താ അറിയോ, വേണു സംഘർഷജ, ഈ മുളകൾ ഒരഞ്ഞിട്ട് തീയെ തദ്വനം, ആ കാടിനെ ദഗ്ധ്വ പിന്നെ മുഴുവൻ കത്തിക്കും ഇല്ലേ. മുളകൾ ഒരഞ്ഞിട്ട് ഫ്രിക്ഷൻ കൊണ്ട് മുളകൾ കൂട്ടി മുട്ടുമ്പോൾ തീയുണ്ടായിട്ട് കാടിൻ്റെ ഒരു ഭാഗമൊക്കെ കിടും, മുഴുവനും നശിപ്പിക്കും. എന്നിട്ടോ കുറച്ച് കഴിഞ്ഞാലോ ശാമ്യതി അണഞ്ഞു പോകുന്നു. ആ കത്തിക്കാൻ ഉപയോഗിച്ച മുള തന്നെ ആദ്യം തീയുണ്ടായ ആ മുള തന്നെ കത്തി അങ്ങോട്ട് നശിക്കുകയും ചെയ്യണം.
അതുപോലെ എന്ന് പറയാണ്. ഏവം ഇപ്രകാരം ഗുണവ്യത്യജയ ഗുണവ്യത്യയജ അതായത് ത്രിഗുണങ്ങളുടെയും ആ പരസ്പര സംബന്ധം കൊണ്ട്, അതായത് 3 ഗുണങ്ങളും കൂട്ടി വരഞ്ഞിട്ട് ദേഹവും തത്ക്രിയ അഗ്നി പോലെയുള്ള കാര്യത്തോടു കൂടിയതായിട്ട് ശാമ്യതി ശാന്തമാകുന്നു. അതേപോലെ തന്നെയാണ് പറയുന്നത്. എന്താ വെച്ചാൽ പറഞ്ഞില്ലേ, ഈ സത്വഗുണ ചിന്തകൾ പരസ്പരം ഈ മുളകളെ ഏറ്റുമുട്ടണ പോലെ, അല്ലെങ്കിൽ മുളകൾ ഒരയണ പോലെ ഒരഞ്ഞിട്ട് ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കും. എന്നിട്ട് എന്തു ചെയ്യും? അജ്ഞാനത്തിനെ നശിപ്പിച്ചിട്ട് ഈ ജ്ഞാനാഗ്നി സ്വന്തം ആ അഗ്നി തന്നെ സ്വയം നശിക്കുന്നു. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞത്, കാട്ടുമുളകൾ തമ്മിൽ ഒരസും അല്ലേ, എന്നിട്ട് അഗ്നി ഉണ്ടാവും, എന്നിട്ട് അത് കാടിനൊക്കെ നശിപ്പിക്കും, എന്നിട്ട് അത് സ്വയം വെന്തെരിയുന്നത് പോലെയാണ് സത്വഗുണം. അങ്ങനെയാണ് ചെയ്യുന്നത്. സത്വഗുണങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി, അതായത് സത്വഗുണങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ട് ജ്ഞാനാഗ്നി ജ്വലിച്ചിട്ട് അജ്ഞാനത്തിനെ നശിപ്പിച്ചിട്ട് സ്വയം കെട്ടടങ്ങും. ഏതുപോലെ? കാട്ടുമുളകൾ തമ്മിൽ ഉരസി അഗ്നി ഉണ്ടായിട്ട് കാടിനെ നശിപ്പിച്ച് സ്വയം കെട്ടടങ്ങുന്ന പോലെ. അങ്ങനെ ഗുണങ്ങൾ മുഴുവൻ നശിച്ചാൽ ഈ ഗുണത്തിൽ നിന്ന് മാത്രം, മായയിലത്തെ ഗുണത്തിൽ നിന്ന് മാത്രം ഉണ്ടായിട്ടുള്ള സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും നശിച്ച് ബോധരൂപമായിട്ടുള്ള ആത്മതത്വം തെളിഞ്ഞ് പ്രകാശിക്കാൻ തുടങ്ങും എന്നാണ് പറയണത്. വളരെ നല്ലൊരു ഇതാണ് അല്ലേ. അങ്ങനെ ഗുണങ്ങളെ ക്ഷോഭിച്ചിട്ട് അന്നുണ്ടായിട്ടുള്ള ജ്ഞാനം കൊണ്ട് തന്നെ അതിനെ നശിപ്പിച്ച് മൂന്ന് ഗുണങ്ങൾ നശിക്കും അവസാനം. എന്നിട്ട് ആ പരിശുദ്ധ ബോധം അല്ലെങ്കിൽ ജ്ഞാനം തെളിയും എന്നാണ്. അപ്പം സത്വഗുണം കൊണ്ട് സത്വഗുണത്തിനും കൂടിയും ജയിക്കണത് പറഞ്ഞു അല്ലേ. അപ്പോൾ ഉദ്ധവന് ഒരു സംശയം ഉണ്ടാവണതാണ് ഇനി 8ാമത്തെ ശ്ലോകട്ടോ. വേണുസംഘർഷജോ വന്യർദഗ്ധ്വാശാമ്യതി തദ്വനം ഏവം ഗുണവ്യത്യയജോ ദേഹ ശാമ്യതി തത്ക്രിയ. അപ്പോൾ ദേഹം, ഈ ഗുണപ്രധാനമായിട്ടുള്ള ദേഹം നശിക്കും. അതോടെ ദേഹബോധം, ദേഹാഭിമാനം ഇല്ലേണ്ടിയവേ. ഞാൻ ആത്മാവാന്ന് അങ്ങോട്ട് മനസ്സിലാവും. അതാണ് ജ്ഞാനോദിക്കൽ അല്ലേ. ഞാൻ ആത്മാവെന്ന് മനസ്സിലാവില്ല, അനുഭവമാവണത് കേട്ടോ. ഇനി ഉദ്ധവ ഉവാച 8. വിദന്തി മർത്യാഹ പ്രായേണ വിഷയാൻ പദമാപദം തഥാപി ഭുഞ്ജതേ കൃഷ്ണ തത്കഥം ശ്വഖരാജവദ്. ഇനി 8. അപ്പോൾ 8ൻ്റെ നമുക്ക് അർത്ഥം നോക്കാം കേട്ടോ. 8ൻ്റെ അർത്ഥം നോക്കട്ടെ കേട്ടോ. ഇനി ഉദ്ധവ ഉവാചയാണ് 8ാമത്തെ ശ്ലോകം. വിദന്തി, അത് നമ്മൾ വായിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വായിച്ചു. ഇനി കൃഷ്ണ, ഹേ കൃഷ്ണ, പ്രായേണ മീൻസ് മിക്കവാറും മർത്യാഹ മനുഷ്യന്മാരൊക്കെ വിഷയങ്ങൾ പദം വിദന്തി, അപകടങ്ങളാണെന്ന് അറിഞ്ഞിട്ട്, അവർക്ക് അറിയാം ഈ വിഷയസുഖത്തിൻ്റെ പിന്നാലെ പോണത് അപകടമെന്ന് അറിയാം. തഥാപി എങ്കിലും ശ്വഖരാജവത്, നായ കഴുത ആട ഇങ്ങനത്തെ മൃഗങ്ങളെ പോലെ തത് ഭുഞ്ജതേ, അതിൻ്റെ പിന്നാലെ പോയി അനുഭവിക്കുന്നു സുഖദുഃഖങ്ങൾ, വിഷയസുഖങ്ങളെ അനുഭവിക്കാൻ ഔത്സുഖ്യത്തോടു കൂടി ഇരിക്കുന്നു ഇപ്പോഴും. കഥം, എന്തുകൊണ്ട് എന്നാണ് ഇനി അടുത്ത ഉദ്ധവൻ്റെ ചോദ്യം. എന്താ വെച്ചാൽ ആ കൃഷ്ണ, ഈ മിക്കവാറും എല്ലാ മനുഷ്യർക്കും ആപത്തുകളുടെ ഒരു റിസോഴ്സ് എന്ന് പറയാം അല്ലേ. ആപത്തുകളുടെ ഒരു റിസോഴ്സ് അല്ലെങ്കിൽ ആപത്തുകൾക്ക് ഇരിപ്പിടമായിട്ടുള്ള ഈ വിഷയങ്ങളെ ആശ്രയിക്കുന്നതാണ്. അത് അവർക്ക് ആപത്ത് കൊണ്ടുവരുന്ന അവർക്ക് അറിയാച്ചാൽ പോലും മിക്കവാറും ആൾക്കാർ ഈ ആപത്തും ദുഃഖവും നൽകുന്ന വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നുണ്ട്. എത്ര ആപത്തും ദുഃഖവും അനുഭവിച്ചാലും ഈ പട്ടികളെയും കഴുതകളെയും ആടുകളെയും പോലെ മനുഷ്യർ ഇങ്ങനെ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോയി നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ ഉദ്ധവൻ്റെ ഒരു ചോദ്യം അതാണ്, ഉദ്ധവൻ്റെ സംശയം അതാണ്. വിഷയങ്ങൾ എത്ര ആപത്കരങ്ങളാണ്, ദുഃഖം നൽകുന്നതാണ്, ഇതൊക്കെ ആണെന്ന് അറിഞ്ഞിട്ടും വിഷയസുഖങ്ങളുടെ പിന്നാലെ പോയാൽ ആപത്താണെന്നും
അവസാനം ദുഃഖം വരുന്നും അനുഭവം കൊണ്ട്, സ്വന്തം അനുഭവം കൊണ്ട്, ബാക്കിയുള്ളവരുടെ അനുഭവം കൊണ്ടും അറിഞ്ഞിട്ട് പോലും മനുഷ്യന്മാർ എന്തിന് അതിൻ്റെ പിന്നാലെ പോണു? ഇതൊക്കെ അറിയണവർ, നല്ലോണം അറിയാമെന്ന് വിചാരിക്കണവർ പോലും അതിൻ്റെ പിന്നാലെ പോണു. ഏതാ ഈ മൃഗങ്ങളെ പോലെ. അതിനെന്താ കാരണം എന്നാണ് ഇനി അടുത്ത ചോദ്യം. ശരിക്കും നല്ല അങ്ങനെ ചോദ്യമല്ലേ, അത്ഭുതമല്ലേ. ഇപ്പോൾ അത് യുധിഷ്ഠിരനോട് ചോദിച്ചു എന്നൊക്കെ ഉണ്ടല്ലോ, അല്ലെ ആ കഥ. മറ്റേ യക്ഷൻ ഏറ്റവും അത്ഭുതമുള്ള കാര്യം എന്താ ചോദിച്ചപ്പോൾ, ദിവസേന ആൾക്കാർ മരിക്കണത് കാണുന്നുണ്ട്, എന്നാലും അവനവൻ മരിക്കുന്നുള്ള വിചാരമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നതാണ് ഏറ്റവും അത്ഭുതം എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു നോക്കണ്ടോ. അതുപോലെ തന്നെയാണ്. അതായത് മിക്കവാറും എല്ലാവർക്കും നമുക്കറിയാം എപ്പോഴും അടിക്കടി ആപത്തും ദുഃഖമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോയി അതൊന്നും ശാശ്വതമല്ല എന്നൊക്കെ അറിയണവർ പോലും പിന്നെയും വിഷയസുഖങ്ങളുടെ പിന്നാലെ പോകണു. ആരെ പോലെ? കഴുതകൾ, ആടും പട്ടികളും ഒക്കെ ഉള്ള സാധാരണ ഈ വിശേഷബുദ്ധി ഇല്ലാത്ത മൃഗങ്ങളെപ്പോലെ വിശേഷബുദ്ധിയുള്ള മനുഷ്യർ പിന്നെയും ആപൽക്കരങ്ങളും ദുഃഖപ്രദായകങ്ങളും ആയിട്ടുള്ള വിഷയസുഖങ്ങളുടെ പിന്നാലെ പോവാൻ എന്താണ് കാരണം എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആ ചോദ്യത്തോടു കൂടി ഇന്ന് നിർത്താട്ടോ. നാളെ ഭഗവാന്റെ ഉത്തരം നമുക്ക് കാണാം അതിന്. ഇപ്പം ചോദ്യത്തോടു കൂടി നിർത്താം. ഉദ്ധവ ഉവാച, ഉദ്ധവൻ പറഞ്ഞു, വിദന്തി മർത്യാഹ പ്രായേണ വിഷയാൻ പദമാപദാം തഥാപി ഭുഞ്ചതേ കൃഷ്ണ തത്കഥം ശ്വഖരാജവത്. അല്ലേ, ശരിയല്ലേ? ഈ വിഷയങ്ങളെ ആപത്തുകളുടെ ഒരു കൂടാരാണെന്ന് അറിയാം. എന്നിട്ടും ഈ പട്ടികളെപ്പോലെയും കഴുതകളെപ്പോലെയും ആടുകളെപ്പോലെയും നമ്മൾ അതിൻ്റെ പിന്നാലെ ആ വിഷയഭോഗം അനുഭവിക്കാൻ വേണ്ടി പിന്നെയും പോണു എന്നുള്ളത് എത്ര കഷ്ടം. എന്താ അതിന് കാരണം എന്ന് ചോദിച്ച് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ഈശ്വര സമസ്താപരാധം ക്ഷമസ്വ.